ഓക്കെ യെസ് ഓക്കെ ഞാനിപ്പോ ഒരു PDF ഓപ്പൺ ആക്കാം. റൈറ്റ് ഓക്കെ റൈറ്റ്. സോ നമ്മൾ ഇന്നലെ പേപ്പർ 1 കുറിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പേപ്പർ 2 സോഴ്സസ് എവിടെ നിന്നാണ് ഇന്ന് മുഴുവൻ കുത്തിയിരുന്ന് ഇതിന്റെ സോഴ്സസ് മുഴുവൻ കണ്ടെത്തി. ഓക്കെ, ഇവിടെ 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്ലിയർ ആണ്. റൈറ്റ്. അപ്പൊ ഇന്ന് കുത്തിയിരുന്ന് ഇത് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് അല്ലെ? PSC അടിപൊളിയാകുമ്പോൾ നമ്മൾ എവിടുന്ന ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ഇന്ന് കുത്തിയിരുന്ന് നമ്മൾ മുഴുവൻ സോഴ്സും 100 ക്വസ്റ്റ്യനും കണ്ടു. 100 ക്വസ്റ്റ്യന്റെ സോഴ്സ് നമ്മൾ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം. ഓക്കെ, ഈ പേപ്പർ 2 കാര്യമാണ്. പേപ്പർ 1 ഓൾറെഡി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇന്നലെ ഞാനൊരു കറക്റ്റ് ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ എത്രയായിരിക്കും സേഫ് സ്കോർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് അത് കറക്റ്റ് ആയിട്ട് പറയാം എത്ര ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രഡിക്ഷൻ. അത് ശരിയാവാം തെറ്റാവാം. ഓക്കെ, അതിനെ അങ്ങനെ എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ചോദിച്ചിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും മേജർ ന്യൂസ് പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്ന രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സ്പെക്ട്രത്തിൽ ചോദിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റ് ആരുണ്ടാക്കി, മിൻഡോ മോർലി റിഫോംസ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇവിടെ സ്പെക്ട്രം ഞാൻ സ്പെക്ട്രത്തിൽ മാത്രമല്ല നമ്മൾ പഠിക്കുന്ന എല്ലാ റിസോഴ്സസിലും ഈ പറഞ്ഞ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, റോൾ ഓഫ് ഡയാർക്കി അല്ലെ, ലക്ഷ്മികാന്തിലൊക്കെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ദിസ് കോമൺ തിങ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിലി സ്റ്റേറ്റ്, ഇതൊക്കെ PSC തന്നെ PYQ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് അവർ ഇതൊക്കെ നമുക്ക് സ്പെക്ട്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്പെക്ട്രം യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സ്പെക്ട്രം തന്നെ യൂസ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററിയിലെ എല്ലാ ക്വസ്റ്റ്യനും സ്പെക്ട്രത്തിൽ കവേർഡ് ആണ്. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇതാ നോക്കോ, MRTP മോണോപ്പൊളി. ഓക്കെ, MRTP ആക്ട് 1969. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താം എന്നല്ലാതെ ഇതിന്റെ സോഴ്സും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികൾ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ MRTP എന്ന് പറഞ്ഞ ഒരു ആക്ട് എന്താണെന്ന് അറിയായിരിക്കും. 1969 ഒരു ആക്ട് 2002 ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്ന സമയത്ത് റീപ്ലേസ് ചെയ്ത ഒരു ആക്ട്. ഈ ആക്ടിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? കോമ്പറ്റീഷൻ കമ്മീഷന്റെ ആക്ടിന്റെ മെയിൻ ഉദ്ദേശം എന്താ അല്ലെ? കമ്പനീസ് എല്ലാം കൂടി മോണോപ്പൊളി ചെയ്യാൻ പാടില്ല. ഓക്കെ, ജനങ്ങളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? ഫെയർ ആയിട്ടുള്ള ട്രേഡും കോമ്പറ്റീഷനും ഒക്കെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ ബാർ ആക്ട് അല്ലാതെ നമുക്ക് എന്താ പറയാ ഒരു റിസോഴ്സസിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റില്ല. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി ഓൾ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഇതൊക്കെ ബാർ ആക്ട് എന്നല്ലാതെ വേറെ ഒരു സ്ഥലത്ത് ഇത് കാണാൻ പറ്റുന്നില്ല എക്സെപ്റ്റ് ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എലിമിനേഷനും ലോജിക്കൽ തിങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ, ഇവിടെയുള്ള ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു ഡൗട്ട് ആവും അല്ലെ? ദ ആക്ട് വാസ് എബോളിഷ്ഡ്. എബോളിഷ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചും കൂടിയും അല്ലെ നെഗറ്റീവ് ടേം ആണ്. അപ്പൊ അത് ശരിയായിരിക്കോ? ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതായത് ബാർ ആക്ടിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഈ ഡ്രെയിൻ തിയറിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡ്രെയിൻ തിയറി എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഡ്രെയിൻ തിയറി ഒന്നും അല്ല, ഭയങ്കര ഡെപ്തിലായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഉത്തരം എ ആണോ ഡി ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എനിക്കും ഡൗട്ട് ഉണ്ട്. സോ അത്രയും ഡൗട്ടിലാണ്, അത്രയും ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ സ്പെക്ട്രത്തില് ഈ പറഞ്ഞ ദാദാഭായ് നവറോജിയുടെ ഈ പറഞ്ഞ ഡ്രെയിൻ തിയറി കവർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇത് സ്പെക്ട്രം പഠിച്ചാൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഡിയും എയും തമ്മിൽ കൺഫ്യൂഷൻ ആവും. എക്സാമിനേഷൻ ഹാളിലാണ്, പിന്നീട് വീട്ടിൽ വന്നിട്ട് ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ സ്പെക്ട്രം, പിന്നെ ഞാൻ പറഞ്ഞ സ്പെക്ട്രത്തിൽ 10 ക്വസ്റ്റ്യനോളം സ്പെക്ട്രം തന്നെ സ്പെക്ട്രത്തില് കണ്ടോ? യെസ്, ആരോ സ്പെക്ട്രത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഡയാർക്കിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലക്ഷ്മികാന്തിൽ അവൈലബിൾ ആണ്. യെസ്, യു ക്യാൻ സീ ഹിയർ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് സെറ്റാറ അല്ലെ?
ഓക്കെ, നീതി ആയോഗിന്റെ ക്വസ്റ്റ്യൻ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്മികാന്തിൽ കവേർഡ് ആണ്. ഓക്കെ, ബാർ ആക്ടും നീതി ആയോഗിന്റെ ആക്ടും ഉണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് അറിയാം പോലെ പോർട്ട്ഫോളിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റൈറ്റ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓക്കെ ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്പെക്ട്രത്തിൽ കവർഡ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി പിന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അംബേദ്കറുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും സ്പെക്ട്രത്തിൽ കവേർഡ് ആണ്. ഓക്കെ, ലക്ഷ്മികാന്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കവേർഡ് ആണ് കേട്ടോ. പിന്നീട് ഞാൻ നോക്കിയ സമയത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് വരുന്നത്. ഈ ഗവൺമെന്റ് സ്കീമുകളും അതേപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് എവിടെ നിന്നാണ് ഇവര് ക്വസ്റ്റ്യൻസ് ഇടുന്ന എന്താ പറയുക എക്സാമിനേഴ്സ് എടുത്ത് കൊണ്ടുവന്നെന്ന് ആലോചിച്ച് നോക്കിയ സമയത്ത് ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഒന്നും PIB കേട്ടിട്ടുണ്ടല്ലോ. പ്രൊഫഷണൽ വന്നിട്ട് കട്ട് ഓഫ് പറഞ്ഞാൽ പോരെ. ഓക്കെ, പ്രൊഫഷണൽ നാളെ വരും. അജിത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി. ഓക്കെ ഓക്കെ അജിത്ത്. ഓക്കെ, അപ്പൊ നമ്മളെ പോയിന്റിലേക്ക് വരാം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ ഈ എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഇത്രയും നേരം സ്ക്രീൻ ഓൺ ആയിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. യെസ്, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്, സ്ക്രീൻ കാണാം. റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഞാനിവിടെ PDF ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ സ്പെക്ട്രത്തിൽ MRTP ആക്ട് ഈ ബാർ ആക്ടിലാണുള്ളത്. പിന്നെ സ്പെക്ട്രത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ വന്നിട്ടുണ്ട്. സ്പെക്ട്രത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേറെയുള്ള ഒരുപാട് സോഴ്സസിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, ഐ എം റിയലി സോറി, ഞാൻ ഇത് ഓപ്പൺ ആയിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. ഡോക്ടർ ഓഫ് ലാബ്സ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അത് സ്ക്രീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണാലോ. ഓക്കെ, റൈറ്റ്. പിന്നെ റൈറ്റ്, ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ PIB അല്ലേ? ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് നോക്കിയ സമയത്ത് എല്ലാം PIB ആണ് കേട്ടോ. PIB-യും അതേപോലെ തന്നെ ഗവൺമെന്റ് വെബ്സൈറ്റും. ഓക്കെ, ഇതൊക്കെ ഗവൺമെന്റ് വെബ്സൈറ്റിലെ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. മെനി ക്വസ്റ്റ്യൻസ് ആർ ഡയറക്ട്ലി ടേക്കൺ ഫ്രം മിനിസ്ട്രിയുടെ വെബ്സൈറ്റും അതേപോലെ തന്നെ ഓക്കെ, മിനിസ്ട്രിയുടെ വെബ്സൈറ്റും അതേപോലെ തന്നെ PIB-യും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്കീം. ഓക്കെ, അത് PIB-യിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപടി PIB-യിൽ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ഫോർമാറ്റ് PIB-യിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന്. അടുത്ത നിങ്ങൾ നോക്കിക്കോ, നബാർഡ് ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ റിലീസ്ഡ് ബൈ നബാർഡ്. ഓക്കെ, PIB-യിൽ കറക്റ്റ് ആയിട്ട് എംപവറിംഗ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിന്റെ സ്റ്റഡി. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് PIB-യിൽ നിന്നാണ് ഡയറക്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് PIB-യിൽ നിന്നും അതേപോലെ തന്നെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നുമാണ് കുറെ ക്വസ്റ്റ്യൻസ് അതേപടി എടുത്തിട്ടുള്ളത്, പ്രത്യേകിച്ച് സ്കീംസിലെ ക്വസ്റ്റ്യൻസ്. യെസ്, യു ക്യാൻ സീ ഹിയർ ഡിജി. ഓക്കെ, റിലീസ്ഡ് ബൈ അതൊക്കെ PIB-യിൽ കവറാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. മിഷൻ അന്ത്യോദയ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ഈ സാധനം, പക്ഷേ ദിസ് വാസ് ഓൾസോ റിലേറ്റഡ് വിത്ത് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, നമ്മളെ യൂണിയൻ മിനിസ്റ്റർ കാണുന്നുണ്ടല്ലോ, ദ മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ദ മിഷൻ അന്ത്യോദയ സർവേ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് PSC ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് ഡയറക്ട്ലി ഫ്രം PIB ആണ്. ഓക്കെ, അതേപോലെ തന്നെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റ്, ഓരോരോ മിനിസ്ട്രിയുടെ വെബ്സൈറ്റുകൾ. ഓക്കെ, അതേപോലെ തന്നെ ഡിഫറെന്റ് സ്കീംസ്
ഇതൊക്കെ നമ്മൾ ഇനി വരുന്ന വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റ് സ്കീംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ഇതേ പടിയായിരിക്കും ഇനി വരുന്ന എക്സാംസിനൊക്കെ ഇതേ രീതിയിൽ തന്നെയായിരിക്കും, ഇത്രയും ഡെപ്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, സോ യു ഗൈസ് ക്യാൻ സി 100 ക്വസ്റ്റ്യനും നമുക്ക് എക്സാക്ട്ലി കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സമയം ഒരുപാട് എടുക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ നീതി ആയോഗിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അതേപടി അവരുടെ വെബ്സൈറ്റിൽ നിന്ന്. ഓക്കെ, can see here. Right. ഓക്കെ, സോ ഇത് കണ്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ എല്ലാ മിനിസ്ട്രിയുടെയും വെബ്സൈറ്റിലൊന്നും പോയി കയറി നോക്കാൻ പാടില്ല. ഓക്കെ, അത് ശരിക്കും മണ്ടത്തരമാണ്. ഓക്കെ, ഇങ്ങനെയാണ് PSC ചോദിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, PSCയിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന എക്സാമിനേഴ്സ് മാറിയിട്ടുണ്ട്. ദേ ഹാവ് ചേഞ്ച്ഡ്. ഓക്കെ, ഇത്രയും കാലം ക്വസ്റ്റ്യൻ ഇടുന്ന പോലെയല്ല. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞൊരു 2-3 മെയിൻസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ വലിയൊരു ചേഞ്ച്, പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എക്സാമിനേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഇടുന്നവര് ഓക്കെ മാറിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഡെപ്ത്നെസ് കൂടി വന്നിട്ടുണ്ട്. എല്ലാം ഈ സ്കീംസ് ആണെങ്കിൽ പോലും നമ്മളൊന്നും എന്താ പറയാ, ഈ ഇത്രയും കാലം നമ്മൾ വെബ്സൈറ്റിലൊന്നും കയറിപ്പോയി തപ്പിയിരുന്ന് പഠിക്കലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി മുതൽ നമ്മൾ ഈ വരുന്ന മന്ത്ലി സ്കീംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഗവൺമെന്റ് സ്കീംസ്, കേരള ഗവൺമെന്റ് സ്കീംസ് എല്ലാം, കേരള ഗവൺമെന്റ് സ്കീംസ് ഒക്കെ കറണ്ട് അഫയേഴ്സ്, എല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത്. കറണ്ട് അഫയേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ ഞാൻ പേപ്പർ 1ന്റെ കട്ട് ഓഫ് ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പർ 1 ഐ ബിലീവ്, ഓക്കെ, അപ്രോക്സിമേറ്റ് ഒരു കട്ട് ഓഫ് എന്നല്ല, ഒരു സേഫ് സ്കോർ ഈസ് 40+ തന്നെയായിരിക്കും സേഫ് സ്കോർ പേപ്പർ 1ൽ. 40-45 ഇടയിലും കിട്ടിയ ഒരു സേഫ് ആണ്. അത്രയും കിട്ടണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ 45 കിട്ടാൻ ഇവിടെ റീസൺ എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഓക്കെ, അതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിലിപ്പോ 30 ഒരു 20-25 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 45 നിൽക്കില്ല. അതേപോലെ തന്നെ പേപ്പർ 2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു 45 അടുത്തൊക്കെ ആയിരിക്കും ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത്. 45 പേപ്പർ 2ൽ കിട്ടാന്ന് പറഞ്ഞാൽ നല്ല മാർക്കാണ്. ഓക്കെ, സോ ഐ പേഴ്സണലി ബിലീവ്സ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഒരു 89 ഒരു 95 ഇടയിലായിരിക്കും. ഓക്കെ, ആൻഡ് ഒരു പക്ഷേ 100 പേരുടെ ലിസ്റ്റ് ഒക്കെ ആയിരിക്കും മേ ബി ഇടുക. ഇത് LSTD എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കൻസി ഉള്ള പോസ്റ്റ് ഒന്നും അല്ല. ആകെ ഈ പറഞ്ഞ പോലെ 70-65 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കണ്ടു. 100 താഴെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ അത്രയും ചെറിയ ലിസ്റ്റ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരു പക്ഷെ 97-98 ഒക്കെ പോവാം. ഓക്കെ, വലിയ ലിസ്റ്റ് എന്തായാലും ഇടൂല, അത് ഉറപ്പാണ്. ചെറിയ, എനിക്ക് തോന്നുന്ന ഒരു 200 പേരുടെ ലിസ്റ്റ് ഒക്കെ ആയിരിക്കും PSC തയ്യാറാക്കുക. ഓക്കെ, റൈറ്റ്. സോ ആദ്യം തന്നെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി, അതിന് കുറച്ച് സമയം അങ്ങനെ ഇതായിപ്പോയി. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം കൂടി, അവസാനം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സസ് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ഗൈസ് ക്യാൻ ജോയിൻ ദാറ്റ്. ഓക്കെ, 999 ആണ് കോഴ്സിന്റെ ഫീസ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ കേരള PSCയുടെ ട്രെൻഡും അനാലിസിസും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും ഓക്കെ ഞങ്ങൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. NCERT കവറേജ്, SCERT കവറേജ്, ടോപ്പിക് വൈസ് PYQ അനാലിസിസ്, റിവിഷൻ ട്രാക്കർ എല്ലാം ഉണ്ടാവും. ഓക്കെ, വീക്ക്ലി മന്ത്ലി റിവിഷൻ ടെസ്റ്റ്, പേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാം. ഓക്കെ, വൺ തിങ്, അപ്രോക്സിമേറ്റ് ഒരു 250 പേരുടെ ബാച്ച് മാത്രമായിരിക്കും. ഓക്കെ, ഇപ്പൊ നിയർലി 160 ഒക്കെ ആവാനായി. സോ അത്രയും പേരെ നമ്മൾ എടുക്കുള്ളൂ ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദ ക്വാളിറ്റി. ഓക്കെ, ഒരുപാട് പേര് എടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് ഹിയർ. ഓക്കെ, ഈ സോഴ്സ് എവിടുന്ന നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കറക്റ്റ് PIB ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് സ്കീംസ് എല്ലാം മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അത്രയും ഡെപ്തിലും അത്രയും വൈഡായിട്ടൊന്നും ആരും പഠിക്കില്ല. എന്താ പറഞ്ഞാല് ആരും അത്രയും
ഐ തിങ്ക് ഈവൻ UPSC ആസ്പിറൻസ് പോലും ഈ പറഞ്ഞ ഈ മന്ത്ലി മാഗസീൻ ഒക്കെ വരുമ്പോൾ അതിലെ കറണ്ട് അഫയേഴ്സ് നോക്കാന്നല്ലാതെ വളരെ ചുരുക്കം പേര് മാത്രം ഈ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കുന്നുള്ളൂ. ഓക്കെ, ഓരോരോ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. അത് മണ്ടത്തരമായിരിക്കുമല്ലോ. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് ഹിയർ, റൈറ്റ്? സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എടുക്കുക. ഓക്കെ, നാളെ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ബി എൻ ഏർലി ബേർഡ്. ഓക്കെ, ഫസ്റ്റ് തന്നെ തുടങ്ങുക. LSCIയിൽ സംഭവിച്ച അവസാന നിമിഷം പഠിച്ച് എല്ലാം മറന്നുപോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തുടങ്ങും. ഓക്കെ, സോ താങ്ക് യു.